ഹലോ ഗായ്സ്, എൻ്റെ അമ്മ ഇന്ന് ചെമ്മീൻ വെട്ടുകയാണ്. ഈ ചൂടത്ത് ചെമ്മീൻ വെട്ടുകയാണ്. ഇപ്പം ഏകദേശം ഒരു 2 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. അന്നേരം ചെമ്മീൻ കൊണ്ടുവരുന്നത്. ചെമ്മീൻ വെട്ടുകയാണ്. ചെമ്മീൻ ഞാനെല്ലാം പറയുക കൊഞ്ചെന്നല്ല പറയുക. നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണം. വെട്ടിക്കൊണ്ടൊക്കെയാണ്. കുറേ ഉണ്ട് ഗായ്സ്, അത് കണ്ടാൽ തെയ്യും കുറേ ഉണ്ട്. ഇനി ഇത് വെട്ടി കഴിയട്ടെ, ഇനി ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാം. ഏകദേശം ഇത്രത്തോളം വെട്ടിക്കഴിഞ്ഞു. ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ കൊഞ്ചിനു വേണ്ടിയുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞിടുകയാണ്. വെളുത്തുള്ളി ഇതാണ് നമ്മൾ മുറിച്ച് വെച്ച കൊഞ്ചൻ. ഒരുപാടുണ്ട്. വെളുത്തുള്ളി ചതച്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കൊഞ്ചൻ്റെ അടുത്ത് തക്കാളി സവാളയും ഇഞ്ചി ചതച്ചതൊക്കെ ഇട്ടു. ഇനി നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മസാല മല്ലിപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. അതിന് നമ്മൾ മഞ്ഞപ്പൊടി ചിക്കൻ മസാല നമ്മൾ ഇടുന്ന പോകുന്നത്. ചിക്കൻ മസാല അധികം ഒന്നും ഇടുന്നില്ല. ഇനി നമ്മൾ പ്രധാനമായി മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അല്പം കല്ലുപ്പൊടിയാണ് പാകത്തിന് കുറച്ച് ഇടുകയാണ്. നമ്മളെല്ലാം മസാല എല്ലാം കൂട്ടി നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നല്ലോണം കുഴച്ചിട്ടുണ്ട്. നമ്മൾ അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് ആർക്കും എൻ്റെ പേരറിയില്ലായിരുന്നു. എൻ്റെ പേര് ശ്രീഹരി എന്നാണ് കേട്ടോ. അങ്ങനെ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെക്കാം. കൊഞ്ച് അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഒരു അല്പം ഗരം മസാല ഇതിനകത്ത് കുറച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വെന്ത് വരട്ടെ. സാധാരണ വാട്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആക്കാറ്. പക്ഷേ പെട്ടെന്നായതുകൊണ്ട് വാട്ടാതെ അങ്ങ് ആക്കിയിട്ടില്ല. വറ്റി വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് മുഴുവൻ വറ്റി വരുമ്പോൾ കുറച്ച് ഇത്തിരി എണ്ണ ഒഴിച്ച് വെക്കണം. വറ്റാറായി കുറച്ച് എണ്ണ ഒഴിക്കട്ടെ. ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇളക്കുകയാണ്. ഗൈസ് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കൊഞ്ചവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഇതുണ്ടാവും തോന്നുന്നു. ഞാൻ ചോറ് കഴിക്കുകയാണ്. ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല, സമയമില്ല. അതുമല്ല എണ്ണിയില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ലൈക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് അല്ലാണ്ടും ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന കുറച്ച് വീഡിയോ ആണ് ഇതൊക്കെ. പരമാവധി പറ്റുന്ന വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.